ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പായി നടന്ന ഇന്ത്യ എ ടീമും ദക്ഷിണാഫ്രിക്ക എ ടീമും തമ്മിലുള്ള രണ്ട് മത്സരങ്ങൾ അങ്ങനെ അടങ്ങുന്ന അനൂദിക ടെസ്റ്റ് പരമ്പര അങ്ങനെ സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയാണ് ജയിച്ചത്. രണ്ടാം ടെസ്റ്റ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക എ ടീം വിജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെയാണ് പരമ്പര സമനിലയിൽ അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് രണ്ടാം ടെസ്റ്റിൽ വിജയിക്കേണ്ട മത്സരമായിരുന്നു. എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ വലിയൊരു മടങ്ങിവരവാണ് രണ്ടാം ടെസ്റ്റിൽ കണ്ടത്. ഇന്ത്യൻ നിരയെ നോക്കുകയാണ്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേൽ 2 ഇന്നിംഗ്സുകളിലായി സെഞ്ചുറി നേടി ഇന്ത്യയുടെ മാനം കാക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ധ്രുവ് ജുറേലിന്റെ സെഞ്ചുറി കരുത്തിൽ 417 എന്ന വമ്പൻ വിജയലക്ഷ്യമായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് മുമ്പിൽ വച്ചത്. എന്നാൽ ഇന്ത്യയെ പോലും അമ്പരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ മറുപടി ബാറ്റിംഗ്. പ്രത്യേകിച്ച് ആദ്യ ടെസ്റ്റിൽ അവർ ഇന്ത്യയോട് പരാജയപ്പെടുന്നു. രണ്ടാം ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ 221 റൺസിന് ദക്ഷിണാഫ്രിക്ക പുറത്താകുന്നു. അതിനുശേഷം ഇന്ത്യ 400 മുകളിലുള്ള വമ്പനൊരു വിജയലക്ഷ്യമായിരുന്നു അവർക്ക് മുമ്പിൽ വെച്ചത്. ആ ഒരു വിജയലക്ഷ്യത്തെയാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക വളരെ മനോഹരമായിട്ട് 5 വിക്കറ്റുകൾ നഷ്ടമാക്കിക്കൊണ്ട് മറികടന്ന് ഇന്ത്യക്കെതിരെ വിജയിച്ചുകൊണ്ട് പരമ്പര സമനില പിടിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതാകുന്നു. പ്രത്യേകിച്ച് 400 മുകളിൽ സ്കോറിനെ അവർ ഈ ഒരു പരാജയ ഭീതി മുന്നിൽ കണ്ടിട്ടും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യ എ ടീമും ദക്ഷിണാഫ്രിക്ക എ ടീമും തമ്മിലുള്ള അനൂദിക ടെസ്റ്റ് പരമ്പര അവസാനിച്ചതോടെ ഇനിയിപ്പോൾ എല്ലാ ക്രിക്കറ്റ് ആരാധകരും കാത്തിരിക്കുന്നത് വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയെക്കുറിച്ചാണ്. വെള്ളിയാഴ്ചയാണ് ഒന്നാം ടെസ്റ്റ് ആരംഭിക്കുന്നത്. 2 മത്സരങ്ങൾ അടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും കളിക്കുന്നത്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഈ ഒരു ടെസ്റ്റ് പരമ്പര വളരെ നിർണായകമായ ഒന്ന് തന്നെയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യക്ക് ഉറപ്പിക്കണമെങ്കിൽ ഈ ഒരു മത്സരത്തിൽ വിജയിക്കേണ്ടതായിട്ടുണ്ട്. 2 മത്സരവും വിജയിച്ച് പോയിന്റ് നേടുക എന്നുള്ളതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള വലിയൊരു കടമ്പ എന്ന് പറയുന്നത്. എന്നാൽ അത് അത്ര വേഗം സാധ്യമല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം കടുത്ത പോരാട്ടം തന്നെ ഈ ഒരു ടെസ്റ്റ് പരമ്പരയിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്ത്യയിലാണ് മത്സരം നടക്കുന്നത്, സ്വന്തം മണ്ണിലാണ്. അത് കാരണം പരമ്പര കൈവിടാതിരിക്കേണ്ടതും ഇന്ത്യക്ക് ആ കാര്യത്തിൽ നോക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എതിരാളികൾ ദക്ഷിണാഫ്രിക്കയാണ്. അതും ലോക ടെസ്റ്റ് ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ നേടാൻ വേണ്ടി പോകുന്നത്. ചാമ്പ്യൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി തന്നെയാണ് ദക്ഷിണാഫ്രിക്കയും ഇറങ്ങുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയുള്ള ഒരു കാര്യം ഋഷഭ് പന്തിന്റെ പരിക്ക് തന്നെയാണ്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിന് ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരെ നടന്ന രണ്ടാം അനൂദിക ടെസ്റ്റ് മത്സരത്തിനിടയിലായിരുന്നു പരിക്ക് പറ്റിയത്. അതാണ് ഋഷഭ് പന്തിന് വിക്കറ്റ് കീപ്പിംഗ് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്കയായിട്ട് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ മറ്റൊരു മികച്ച ഫോമിൽ നിൽക്കുന്ന ധ്രുവ് ജുറേലിനെയും പ്ലെയിൻ 11 ഉൾപ്പെടുത്തേണ്ടി വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ 2 വിക്കറ്റ് കീപ്പർമാരെ ഒരുമിച്ച് കളിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ ഇന്ത്യൻ ടീം എത്തിയേക്കാം എന്ന് തന്നെയുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ആവേശകരമായ ഒരു മത്സരം കാണാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.